അവിടെ ഡാൻസ് അല്ലേ? അവിടെ ഇമെയിൽ എന്തിനാ അയക്കുന്നത്? ഡാൻസ് നടത്തിയ പോലെ അവിടെ ഡാൻസും പാട്ടും അല്ലേ? അവിടെ എന്തിനാ ഇമെയില്? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതെ. അങ്ങേയറ്റ അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനവും കലാമണ്ഡലം നടത്തിയിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നു, അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും. കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും. ഏതാ 3 മാസം അല്ലെ 6 മാസം പഠിപ്പിക്കാൻ. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വേതനം കൊടുത്ത് പറഞ്ഞു വിടും. അതിലെ ഒരു രാഷ്ട്രീയ നിയമനമില്ല. എന്താണ് അല്ല പറയട്ടെ, എന്താണ് അവർ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന തെറ്റാണ്. അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല. നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. അങ്ങനൊന്നും കയറി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ചാൻസലർ ചുമതല വഹിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടൊന്ന് വെട്ടിലാക്കരുത്. ഞങ്ങൾ അങ്ങനെ ഒരു നിയമനം നടത്തിയിട്ടില്ല, അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾ അവിടുത്തെ അക്കാദമിക്കായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെൻറ്റോ പൊളിറ്റിക്കലായ പാർട്ടി ഇടപെട്ടിട്ടില്ല. ഒറ്റ കാര്യം പറ, ഞാനാണ് മന്ത്രി, ഇന്ന് വരെ കലാമണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടെന്ന് പറയാമോ? പറയില്ല. അതിനെ ഒരു സർവകലാശാലയാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് വലിയ തരത്തിലുള്ള പണം പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ഒരുപാട് പുതിയ സംരംഭങ്ങളോട് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് പൈസ മുടക്കി പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിവേഴ്സിറ്റിയാക്കി അതിനെ മാറ്റുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. മീഡിയക്കാർ പറഞ്ഞു കേട്ടോ ഞാൻ പറയുന്നത്. ആ വിമർശനം അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ നിയമനം നടന്നു പറഞ്ഞാൽ ഞാനത് തള്ളിക്കളയുന്നു. അവര് അതിന്റെ ചാൻസ് അവർക്ക് നടപടി സ്വീകരിക്കാം. പൂർണ്ണ അധികാരം അവർക്കുണ്ട്. ഒരു പരാതി കൊണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കേണ്ടത് അതിന് എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് അനുസരിച്ച് പ്രവർത്തിക്കും. ഞങ്ങൾ ആരും ഇടപെടാറില്ല. ആയില്ല അത് പറയും. ഇല്ല, അതായില്ല. അല്ല, അതായത് നിങ്ങളറിഞ്ഞോ? നമ്മളറിഞ്ഞില്ല, മന്ത്രി അറിഞ്ഞില്ല. ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും അറിയാത്തവരാണ് അവിടെ ഉള്ളത്. എൻ്റെ പൊന്നെ, എനിക്കറിയില്ല. അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ എങ്ങനെ അറിയിക്കുന്നത്? അവിടെ ഡാൻസ് അല്ലേ? അവിടെ ഇമെയിൽ എന്തിനാ അയക്കുന്നത്? ഡാൻസ് നടത്തിയ പോലെ അവിടെ ഡാൻസും പാട്ടും അല്ലേ? അവിടെ എന്തിനാ ഇമെയില്? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതെ. അവിടെ ഒരു പ്രശ്നമില്ല. യൂണിവേഴ്സിറ്റി ഞങ്ങൾ പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി മാറി ഒരു നല്ല യൂണിവേഴ്സിറ്റി ആക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരികയാണ്. കലാമണ്ഡലത്തെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റിയാക്കാൻ പോവുകയാണ്. അത് ഇന്ത്യക്ക് മാതൃകയാണ്. അങ്ങനെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കില്ല. വളരെ മാന്യവും മാതൃകാപരമായ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്താണ് മാഡം ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അവർ ചോദിച്ചോളൂ. അതൊക്കെ വിടണം.